കൃഷ്ണ സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. ഏവർക്കും പ്രാണവൃന്ദാവനിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മറ്റൊരു കൃഷ്ണാനുഭവമായാണ് എത്തിയിരിക്കുന്നത്. ഭഗവാന്റെ കൃഷ്ണാനുഭവങ്ങൾ എത്ര കേട്ടാലും മടുക്കില്ല അല്ലേ? അതൊരു അക്ഷയ പാത്രം പോലെ ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് തുളുമ്പുന്നതാണ്. പക്ഷേ പലരും അനുഭവങ്ങളുണ്ടായിട്ടും പറയാൻ മടി കാണിക്കുന്നുണ്ട്. അനുഭവങ്ങൾ പറയാൻ പാടില്ല എന്നുള്ളൊരു മിഥ്യയായ ധാരണ. സത്യത്തിൽ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ മടി കാണിക്കരുത്. നിങ്ങൾ അത്തരത്തിലുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കാതെ പോകുമ്പോൾ ഭഗവാനോട് കാണിക്കുന്ന നന്ദികേടായിരിക്കും. ഈ ചാനൽ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഇനി നിങ്ങൾക്ക് പ്രിയപ്പെട്ട ആരോടെങ്കിലും നിങ്ങളുടെ അനുഭവങ്ങൾ ഷെയർ ചെയ്യണം. കാരണം അത് കേൾക്കുന്നവരുടെ മനസ്സിൽ വല്ലാത്തൊരു പ്രതീക്ഷയും അതുപോലെ തന്നെ ഭഗവാനോടുള്ള ഭക്തിയും വർദ്ധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ അനുഭവം പറയാട്ടോ. ഭഗവാന്റെ ഭക്തയായിട്ടുള്ള ഒരു ചേച്ചി അവരുടെ വീട്ടിലിങ്ങനെ വീട്ടുജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലുന്നുണ്ട്. വീട്ടുജോലിക്കിടയിലും അല്ലാതെ വെറുതെ ഇരിക്കുമ്പോഴും എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ തന്നെ ഹരേ കൃഷ്ണ മന്ത്രം എപ്പോഴും ജപിക്കുന്ന ആളാണ് കേട്ടോ ഈ ചേച്ചി. അങ്ങനെ ചൊല്ലുന്നതിനിടയിൽ നല്ല തിളച്ച എണ്ണ, പപ്പടം കാച്ചാൻ വേണ്ടിയിട്ട് നല്ല തിളച്ച എണ്ണ ഉണ്ടായിരുന്നു. അത് എന്തോ കാരണവശാൽ അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തെ സ്റ്റവിൽ ചായക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചായയുടെ ആ പാത്രം എടുക്കുന്നതിന് ഭാവിക്കുമ്പോൾ പെട്ടെന്ന് ഈ തിളച്ച എണ്ണ എന്ത് ചെയ്യുന്നു, ചേച്ചിയുടെ ഇടത് കൈയിലെ മുകളിലേക്ക് പോവുകയാണ്, ചിന്തുകയാണ്, മറിയാണ്. സ്വാഭാവികമായിട്ടും തിളച്ച എണ്ണയാണ്, വേദന കൊണ്ട് പൊളയാണ്. അയ്യോ, കൈ ഒന്നായിട്ട് പൊള്ളി. അങ്ങനെയാണെങ്കിൽ അവസ്ഥ ആ വീട്ടിൽ ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡും മകനും മാത്രമാണ്, മറ്റാരും ഇല്ല ഹെൽപ്പ് ചെയ്യാൻ. വീട്ടിലെ പണികളെടുക്കണം, ഹസ്ബൻഡും മോനും സ്കൂളിലേക്ക് പോകുമ്പോൾ എല്ലാ കാര്യങ്ങളും റെഡിയാക്കണം. പുള്ളിയെ കൈ കൊണ്ട് പണിയെടുക്കുക എന്നുള്ളത് ഒരിക്കലും ചിന്തിക്കാൻ സാധിക്കില്ല. അത്രമാത്രം പൊള്ളിയിട്ട് നീറി. അപ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, വീട്ടിലുള്ള പേസ്റ്റ് അങ്ങനെയുള്ളതൊക്കെ പുരട്ടും, അല്ലെങ്കിൽ കുറേ തണുത്ത വെള്ളത്തിൽ വെക്കും. ഈ വക പരിപാടികളൊക്കെ ചേച്ചിയും ചെയ്തു. പക്ഷേ നല്ല പൊള്ളൽ അവിടെ ഇങ്ങനെ കാണാം കേട്ടോ. നന്നായിട്ട് ചുമന്നിട്ടുണ്ട്, ആ ഭാഗം ഇങ്ങനെ ചുമന്ന് വന്നിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും പൊള്ളം വെക്കുമെന്നുള്ളത് ഉറപ്പാണ്. ബെറ്റാഡിയൻ്റെ ഓയിൽമെൻ്റ് എല്ലാം പുരട്ടി, എന്നിട്ടൊന്നും സംഭവം ക്ഷമിക്കുന്നില്ല. നല്ലോണം ചുമന്ന്, നല്ലോണം തിളച്ച എണ്ണ ആയതുകൊണ്ട് തന്നെ നല്ലോണം പൊള്ളും എന്നുള്ളത് 100% ഉറപ്പാണ്. പിന്നെ മുന്നിലുള്ളത് ഭഗവാൻ മാത്രമാണ്. ഭഗവാനെ വിളിക്കുകയാണ്. ഭഗവാനെ, ഈ പൊള്ളലും വെച്ചിട്ട് ഞാൻ ഇനി എങ്ങനെയാണ് വീട്ടിലെ പണിയൊക്കെ എടുക്കുക? എൻ്റെ കുഞ്ഞിനെ സ്കൂളിലേക്ക് അയക്കണം, ഹസ്ബൻഡിന് ജോലിക്ക് പോകണം. അപ്പോൾ ഇതെല്ലാം എങ്ങനെയാണ് ചെയ്യുക എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നമുക്കെന്താ ഡോക്ടറെ കാണിക്കാം, നല്ലോണം പൊള്ളിയിട്ടുണ്ട്, നമുക്കെന്തായാലും ഡോക്ടറെ കാണിക്കാം എന്ന് പറയുകയാണ്. അപ്പോൾ ചേച്ചിക്ക് ഉള്ളിൽ ഒരു ഉറപ്പുണ്ട്, എൻ്റെ ഭഗവാൻ, ഞാൻ എൻ്റെ ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ പൊള്ളിയത്, അപ്പോൾ ഭഗവാൻ നോക്കിക്കോളും, ഡോക്ടറെ ഒന്നും കാണിക്കണ്ട എന്ന ധൈര്യത്തിൽ ഹസ്ബൻഡിനോട് പറയുകയാണ്. അങ്ങനെ ഡോക്ടറെ ഒന്നും കാണിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുകയാണ്. വീട്ടിലുണ്ടായ ബെറ്റാഡിയൻ്റെ ഓയിൽമെൻ്റൊക്കെ പുരട്ടി അങ്ങനെ ക്ഷമിച്ചു നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പൊള്ളം ഇങ്ങനെ വരുന്നുണ്ട്, നല്ലോണം നീറുന്നുണ്ട്, ഭയങ്കര നീറ്റലാണ്. രാവിലെ പൊള്ളിയിട്ടും ഈവനിങ് ആയിട്ടും ഈ നീറ്റൽ നിൽക്കുന്നില്ല. പൊള്ളം, ചെറിയൊരു പൊള്ളൻ ഇങ്ങനെ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പൊട്ടി. പക്ഷേ വലിയ പ്രശ്നമൊന്നുമില്ലാതെ ആ ഒരു പൊള്ളൽ ശമിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു അനുഭവം പങ്കുവെച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ചെറിയൊരു അനുഭവമാണ് കേൾക്കുമ്പോൾ, പക്ഷേ ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു അനുഭവമാണ്. കാരണം അത് നല്ല ഒരു പൊള്ളലായിട്ട് മാറേണ്ട സ്ഥാനത്ത് ഭഗവാൻ അത് ഒരു ചെറിയൊരു പൊള്ളലായിട്ട് മാറ്റിക്കൊടുത്തു എന്നുള്ളതാണ്. കാരണം ഒരു പാത്രത്തിൽ പപ്പടം കാച്ചാൻ ഒഴിച്ച എണ്ണ അത്യാവശ്യം എമൗണ്ട് ഉണ്ട്. അത് മുഴുവനായിട്ടും കൈയിൻ്റെ മുകളിലേക്ക് ഒന്നായിട്ട് മറിയാണ് ചെയ്തത്. അപ്പോൾ കൈ മൊത്തം വെന്ത് പോവും, അങ്ങനത്തെ അവസ്ഥയാണ്. കാരണം അങ്ങനെ അതിൽ നിന്ന് പുകയൊക്കെ പോയി എന്നാണ് പറയുന്നത്. അപ്പം തന്നെ വെള്ളത്തിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ നീറ്റൽ മാറുന്നില്ല. എന്തെല്ലാം ചെയ്തിട്ടും നീറ്റൽ മാറുന്നില്ല. സാധാരണ പേസ്റ്റൊന്നും പുരട്ടാൻ പാടില്ല, അപ്പോൾ അധികം ആവുക ചെയ്യുക. അവർ പേസ്റ്റൊക്കെ പുരട്ടി വീട്ടിലുള്ളവർ. പക്ഷേ ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ടാണ് എന്നാണ് അവരുടെ വിശ്വാസം. പിന്നീട് അത് വലിയ ഒരു ഇതിലേക്ക് മാറിയില്ല. 2-3 ദിവസം കൊണ്ട് തന്നെ
പെട്ടെന്ന് തന്നെ മാറി വീട്ടിലെ പണിയെടുക്കാൻ കഴിഞ്ഞു. അലക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിനെല്ലാം ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ അതൊക്കെ നിർവഹിക്കാൻ ഭഗവാന്റെ ഒരു കാരുണ്യം കൊണ്ട് സാധിച്ചു എന്നുള്ളതാണ്. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. നിങ്ങൾക്കും ഇതുപോലെയുള്ള കൃഷ്ണാനുഭവങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ വോയിസ് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് അയക്കാം കേട്ടോ. കൃഷ്ണാനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ മടി കാണിക്കരുത്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ എഴുതി അറിയിക്കണം. നിങ്ങളുടെ സപ്പോർട്ടും സബ്സ്ക്രിപ്ഷനും കമൻറ്റും ഒക്കെയാണ് എൻ്റെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് കരുത്തേക്കുന്നത്. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. രാധേ രാധേ ശ്യാം. താങ്ക് യു.